ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ഒരു അയലക്കറി അയലക്കറിയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടാവുമ്പോൾ കടുകും പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ അളവ് ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂണ് പിന്നെ ഉലുവ, ഞാനൊക്കെ കൈയളവാണ് ഇടുക കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇതായിട്ട് വരുമ്പോൾ ചതച്ച് വെച്ച് പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി അതൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിന്ന് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു പച്ചമുളക് നടുവേ കീറിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊന്ന് വേഗം ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ചെറിയ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്തോളൂ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ 1.5 സ്പൂണാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കളറായിരിക്കും കേട്ടോ മീൻ കറിക്ക്. അപ്പോൾ അത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് നല്ല ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇതാക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിലേക്ക് കുടംപുളി ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ഇട്ട വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചാറ് കൂടുതൽ വേണ്ടി വരുമല്ലോ, ഇവിടെ പിന്നെ ചാറ് നല്ല വേണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് മീൻ അയലയാണ്. അയല മീനും ഉണ്ട്, പിന്നെ കൊഴുവ മീനും ഉണ്ട്, നത്തള് പറയുമല്ലോ, അതുണ്ട്. അപ്പം ഞാനത് കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മോൾക്ക് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കിലോ നല്ല വൃത്തിയാക്കിയിട്ടുള്ള അയല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് അയല വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പീസും നിരത്തി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് തവി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. തവി ഇട്ടാൽ മുഴുവന് പൊടിഞ്ഞു പോവുള്ളൂ. അപ്പോൾ നോക്കി നോക്കൂ, നല്ല കളറായിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ബഡ്സ് ചേർത്ത് കൊടുക്കുക. അത് ഉലുവ പൊടിച്ചത് ചേർത്ത് കഴിയുമ്പോൾ മീൻ കറിക്കൊരു പ്രത്യേക മണം വരും കേട്ടോ. നല്ല പിന്നെ കുത്തരിയുടെ ചോറും മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറുണ്ണാം. ഇനി ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.